യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തെ അവഹേളിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ പ്രതികരിക്കാതെ കോൺഗ്രസും മറ്റു പാർട്ടികളും. ഈ തലക്കെട്ടിൽ ഇക്കഴിഞ്ഞ ദിവസം കാസ പോസ്റ്റ് ചെയ്ത ഒരു കുറിപ്പ് ക്രിസ്ത്യാനികളുടെ കണ്ണു തുറപ്പിക്കുന്ന ഒന്നാണ്. അവഹേളിക്കുന്ന രാഷ്ട്രീയ കൂട്ടുകെട്ടിനൊപ്പം നിൽക്കണോ എന്ന് തീരുമാനമെടുക്കാൻ ക്രിസ്ത്യാനികളെ പ്രേരിപ്പിക്കുന്ന ഒരു കുറിപ്പ്. ഇസ്ലാമിക വിശ്വാസങ്ങളെ അറിയാതെ പോലും പരാമർശിക്കാത്തവർ ക്രിസ്ത്യാനികളെയും ക്രൈസ്തവ വിശ്വാസങ്ങളെയും ചവിട്ടിമെതിക്കാൻ ഒരു മടിയും കാണിക്കുന്നില്ല. ഡിവൈഎഫ്ഐ അവരുടെ ഔദ്യോഗിക പേജിൽ പബ്ലിഷ് ചെയ്ത ക്രിസ്തുവിന്റെ തിരുവത്താഴത്തെ അവഹേളിച്ചുകൊണ്ടുള്ള ഒരു ചിത്രം അത് ഏറ്റെടുത്തുകൊണ്ട് പകൽ കമ്മ്യൂണിസ്റ്റുകളും രാത്രിയിൽ സുഡാപ്പികളുമായി നടക്കുന്ന സഖാപ്പികൾ മുതൽ സാധാ കമ്മികൾ വരെ ഉള്ളവർ രംഗത്തെത്തിയതും പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസോ മറ്റു പാർട്ടികളോ അതിനെതിരെ ഒരു വാക്കുപോലും ശബ്ദിച്ചിട്ടില്ല എന്നുള്ളതുമാണ് കാസ ഈ കുറിപ്പിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരം രാഷ്ട്രീയ പാർട്ടികളെ പാഠം പഠിപ്പിക്കാൻ തയ്യാറാകണമെന്ന് ഉറച്ച ശബ്ദത്തിൽ തന്നെ കാസ പറയുകയാണ്. എന്തായാലും ആ പോസ്റ്റ് വായിക്കാം. വിഴിഞ്ഞം പോർട്ട് രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രിക്കൊപ്പം ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ വേദി പങ്കിട്ടതിനെ പരിഹസിക്കുന്നതിനു വേണ്ടി ക്രൈസ്തവർ ലോകമെമ്പാടും പവിത്രമായി കാണുന്ന അന്ത്യ അത്താഴത്തിന്റെ ചിത്രത്തിൽ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളെ ഒഴിവാക്കി പകരം ശ്രീ രാജീവ് ചന്ദ്രശേഖരെ എഡിറ്റ് ചെയ്ത് കയറ്റിയ ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യുവജന വിഭാഗമായ ഡിവൈഎഫ്ഐ അവരെ നിയന്ത്രിക്കുന്നവരെയും അവരുടെ ഒപ്പമുള്ള സുഡാപ്പികളെയും ഇക്കുറി സന്തോഷിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി ഓരോ സംസ്ഥാനങ്ങളും സന്ദർശിക്കുമ്പോൾ ആ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള പാർട്ടി അധ്യക്ഷന്മാർ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ ഒപ്പം ഉണ്ടാകും എന്നുള്ളത് അറിയാത്തവരല്ല കമ്മ്യൂണിസ്റ്റുകൾ. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ദേശീയപാത അതോറിറ്റി നിർമ്മിച്ച 6 വരി പാതയുടെ മുന്നിൽ നിന്ന് സെൽഫി എടുത്ത മുഹമ്മദ് റിയാസും തുറമുഖ അതോറിറ്റിയുടെ അവലോകന യോഗത്തിൽ കയറിയിരുന്ന മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും കൊച്ചുമകന്റെയും ചിത്രങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ നിന്നും മായും മുൻപാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പേരിൽ ഒരു അനാവശ്യ വിവാദം ഉണ്ടാക്കിയിരിക്കുന്നത്. വീണ് കിട്ടിയ ഒരു അവസരം ശ്രീ രാജീവ് ചന്ദ്രശേഖറെ അവഹേളിക്കുന്നതിനൊപ്പം ക്രൈസ്തവ വിശ്വാസത്തെ വില കുറച്ച് കാണിക്കാനുള്ള ശ്രമമാണ് പ്രധാനമായും ഡിവൈഎഫ്ഐ ഇതിലൂടെ നടത്തിയത്. ഡിവൈഎഫ്ഐ അവരുടെ ഔദ്യോഗിക പേജിൽ പബ്ലിഷ് ചെയ്ത ക്രിസ്തുവിന്റെ തിരുവത്താഴത്തെ അവഹേളിച്ചുകൊണ്ടുള്ള ഈ ചിത്രം ഏറ്റെടുത്തുകൊണ്ട് പകൽ കമ്മ്യൂണിസ്റ്റുകളും രാത്രിയിൽ സുഡാപ്പികളുമായി നടക്കുന്ന സഖാപ്പികൾ മുതൽ സാധാ കമ്മികൾ വരെ ഉള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട്. ഡിവൈഎഫ്ഐയും എസ്എഫ്ഐയും ക്രിസ്തുവിനെയും ക്രൈസ്തവ വിശ്വാസങ്ങളെയും അവഹേളിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല. എന്നാൽ ക്രൈസ്തവരുടെയും ഹൈന്ദവരുടെയും വിശ്വാസങ്ങളെ അവഹേളിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ ഒരിക്കൽ പോലും ഇസ്ലാമിക വിശ്വാസങ്ങളെ അറിയാതെ പോലും പരാമർശിക്കാറില്ല. ക്രൈസ്തവർ ലോകമെമ്പാടും പവിത്രമായി കാണുന്ന അന്ത്യ അത്താഴത്തിന്റെ ചിത്രം വികലമാക്കി ക്രിസ്ത്യൻ വിശ്വാസത്തെ അവഹേളിച്ചിട്ട് പോലും പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസോ മറ്റു പാർട്ടികളോ അതിനെതിരെ ഒരു വാക്കുപോലും ശബ്ദിച്ചിട്ടില്ല എന്നുള്ളതാണ് രസകരം. മറിച്ച് ഉത്തരേന്ത്യയിലോ മറ്റോ എവിടെയെങ്കിലും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇക്കൂട്ടർ മുതലക്കണ്ണീരുമായി ഉടനടി രംഗത്തെത്തുമായിരുന്നുവെന്നും കാസ ചൂണ്ടിക്കാണിക്കുന്നു. ക്രിസ്ത്യാനികളെയും ക്രൈസ്തവ വിശ്വാസങ്ങളെ എത്ര ചവിട്ടിത്തേച്ചാലും ഒരു കുഴപ്പവുമില്ല എന്ന വിശ്വാസമാണ് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതുപോലുള്ള ക്രൈസ്തവ അവഹേളനങ്ങൾക്ക് പ്രചോദനമാകുന്നതിന്റെ പ്രധാന കാരണമായി മാറുന്നത്. ഇത്തരം രാഷ്ട്രീയ നേതൃത്വങ്ങളുമായി ക്രിസ്ത്യൻ സമുദായത്തിലെ ഉന്നതർ പുലർത്തുന്ന ചങ്ങാത്തങ്ങളും നട്ടലില്ലാത്ത നിലപാടുകളുമാണ്. ഇതിൽ നിന്നും സാധാരണ ക്രൈസ്തവ വിശ്വാസികളാണ് പാഠം പഠിക്കേണ്ടത് എന്നും കാസ ചൂണ്ടിക്കാണിക്കുന്നു. നമ്മളും നമ്മുടെ വരും തലമുറകളും ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം രാഷ്ട്രീയ പാർട്ടികളെ പാഠം പഠിപ്പിക്കുവാൻ നമ്മൾ തയ്യാറാവണം. അല്ലാത്തപക്ഷം നമ്മുടെ വിശ്വാസങ്ങളുടെയും പൈതൃകങ്ങളുടെയും പവിത്രതയെ നശിപ്പിച്ച് വരും തലമുറകളെ ഇവർ ക്രിസ്ത്യൻ വിശ്വാസത്തിൽ നിന്നും അകറ്റും എന്നുള്ളത് ഉറപ്പു തന്നെയാണ്. ഡിവൈഎഫ്ഐയുടെ ക്രൈസ്തവ വിശ്വാസത്തെ അവഗണിച്ചുകൊണ്ടുള്ള ഈ പ്രവർത്തിക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ക്രിസ്ത്യൻ വിശ്വാസികൾക്കിടയിൽ നിന്നും ഉണ്ടായിട്ടും ആ ചിത്രം അവരുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്നും നീക്കം ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതും സഖാക്കളുടെ അഹീനമായ പ്രവർത്തിക്കെതിരെ ഒരു വാക്കുപോലും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിട്ടില്ല എന്നുള്ളതും ഇവർ രണ്ടു കൂട്ടരും കേരള ക്രൈസ്തവർക്ക് നൽകിയിട്ടുള്ള പ്രാധാന്യത്തെ എടുത്തു കാണിച്ചു. ഇങ്ങനെ വളരെ വിശദമായിട്ടാണ് കാസ ഈ വിഷയത്തെ വിശകലനം നടത്തിയിരിക്കുന്നത്. ഇതിലൂടെ ക്രിസ്ത്യാനികളുടെ കണ്ണ് തുറക്കണം എന്നും അവഹേളിക്കുന്നവർക്കൊപ്പം നിൽക്കില്ല എന്ന് എല്ലാ ക്രിസ്ത്യാനികളും പ്രതിജ്ഞ എടുക്കണമെന്നുമാണ് കാസ ചൂണ്ടിക്കാണിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.